പഴയ സംസ്കൃതിയിൽ ദാനം, അത് പറയുമ്പോഴാണ് നമുക്കിതെല്ലാം വിപുലമായി വേണ്ടി വരുന്നത്. ദാനത്തിൽ കന്യാദാനം ഉൾപ്പെടെ സ്വത്തും എടുക്കും. ആ സ്വത്തും എടുക്കുന്നതിൻ്റെയാണ് ലാജം ഹോമിച്ച് പെൺകുട്ടിയുടെ ഗോത്രമെല്ലാം അപ്പുറത്താക്കുക എന്ന് പറഞ്ഞാൽ, ഇനി ഈ ഗോത്രം പോലും നിൻ്റെ അല്ല, നീ ഇവിടുത്തെ അല്ല, ഇവിടുത്തെ യാതൊരു സ്വത്തിനും നിനക്ക് അവകാശമില്ല, അതെല്ലാം അവിടെ, നിൻ്റെ എല്ലാം ഇനി അവിടെയാണ്. അപ്പോൾ ലാജം ഹോമിച്ച് കഴിഞ്ഞ് സപ്തപതിയുണ്ട്. നമ്മൾ തമ്മിലുള്ള ഈ വിവാഹം മൃഗതൃഷ്ണയ്ക്ക് വേണ്ടിയുള്ളതല്ല, ക്ഷുദ്രങ്ങളായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ശുഭേച്ഛ, സുവിചാരണ, തനുമാനസ, സത്വാപത്തി, അസംസക്തി, പദാർത്ഥ അഭാവനി, തുര്യക, ഈ 7 പടവിലൂടെ നിന്നെ ഞാൻ നിശ്ചയമായി കൂട്ടിക്കൊണ്ടുപോകും. അതിന് 7 ചുവടുകൾ വലത്തെ കാലിൽ പിടിച്ച് വരൻ വധുവിൻ്റെ വെപ്പിക്കും. അതിന് സപ്തപതി എന്ന് പറയും. ഓരോ പദമൂന്നുമ്പോഴും അയാൾ പ്രതിജ്ഞ ചെയ്യുകയാണ്, അചിരേണ നിന്നെ ഞാൻ ശുഭേച്ഛയിലേക്ക് കൊണ്ടുപോകും, സുവിചാരണയിലേക്ക് കൊണ്ടുപോകും. നിന്റെ മനസ്സിന് ഞാൻ തനുത്വമുണ്ടാക്കും, സൂക്ഷ്മതയുണ്ടാക്കും. ഇന്ന് സ്ഥൂലമായ വിഷയങ്ങളിൽ നിൽക്കുന്ന നിന്റെ മനസ്സ് അതിസൂക്ഷ്മമാവും. എൻ്റെ സാമീപ്യവും എൻ്റെ പഠനവും ഞാൻ നിനക്ക് തരുന്ന പ്രവചനവും കൊണ്ട് നിന്റെ മനസ്സ് സൂക്ഷ്മമാവും. തനുമാനസ എന്ന അവസ്ഥയിലേക്ക് നീ ഉയരും. നിന്നെ സത്വശുദ്ധിയുടെ സത്വാപത്തിയിലൂടെ നിന്നെ ഞാൻ കൊണ്ടുപോകും. നീ അസംസക്തിയുടെ ആത്മാനുഭവങ്ങൾ രുചിച്ചറിയും. യാതൊരു ആഗ്രഹവുമില്ലായ്മയുടെ. ആഗ്രഹങ്ങളാണ് സുഖമെന്ന ചിന്തയ്ക്കു പകരം ആഗ്രഹമില്ലായ്മയുടെ ഭൂമികയിലേക്ക് നിന്നെ ഞാൻ എത്തിക്കും. അവിടെ പദാർത്ഥങ്ങളുടെ അഭാവം നീ ബോധ്യപ്പെടും. പദാർത്ഥ അഭാവനി, നിന്നെ തുര്യകയിൽ ഞാൻ എത്തിക്കും. ഇങ്ങനെയാണ് ആ പ്രതിജ്ഞ. ഇത് കഴിഞ്ഞാണ് ശതം ജീവ എന്ന എർക്കും പാണിഗ്രഹണവും. ജീവേമ പശ്യേമ ശരദശതം, ജീവേമ ശരദശതം, പുഷ്യേമ ശരദശതം, രോഹേമ ശരദശതം, ഭൂയേമ ശരദശതം, ഭൂയാശ്ച ശരദശതാത്. ഇനി കിടപ്പാടില്ല, ഇല്ല, ഭാവനയിൽ പോലുമില്ല. മന്ത്രം അതിനുള്ളതാണ്. മനസ്സിനെ ത്രാണനം ചെയ്യാനാണ് മന്ത്രം ജപിച്ച് കൊടുക്കുന്നത്. യാതൊരു ഭാവവുമില്ല ഇവിടെ. വിവാഹം എന്ന് പറയുന്ന സാധനം ഇതാണ് നിയമപ്രകാരം. ഇങ്ങനെ അല്ലാതെ ചെയ്തതൊന്നും വിവാഹമല്ല. നിങ്ങൾ നാളെ രാവിലെ നിങ്ങൾ ഡൈവോഴ്സ് കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ചെന്നാൽ ഈ വക്കീലിനെയാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ അദ്ദേഹം ആദ്യം ചോദിക്കുക നിങ്ങളോട്, നിങ്ങളുടെ എതിർ വക്കീൽ നിങ്ങളോട് ചോദിക്കുക, അല്ലെ പെൺകുട്ടിയോട് ചോദിക്കുന്ന ചോദ്യം ആദ്യം ചോദിക്കുന്നത് സപ്തപതി ഉണ്ടായിരുന്നോ എന്നാണ്. ഇന്ത്യൻ മാരേജ് ആക്റ്റിൽ സപ്തപതി ഇല്ലാത്ത ഒരു വിവാഹവും വിവാഹമല്ല ഹിന്ദുവിൻ്റെ ആണെങ്കിൽ. ചോദ്യം ചോദിക്കുന്ന വക്കീലിനും സപ്തപതി പലപ്പോഴും അറിയില്ല, വിധിക്കുന്ന ജഡ്ജിക്കും പലപ്പോഴും സപ്തപതി അറിയില്ല, പറയുന്നവനും സപ്തപതി പലപ്പോഴും അറിയില്ല. സപ്തപതി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് നീ പറയണമെന്ന് പറയും. സപ്തപതി അതിൻ്റെ അർത്ഥത്തോടുകൂടി സ്വീകരിച്ച ഒരാളിന് പരാതി ഉണ്ടാവുമോ? അപ്പോൾ പിന്നെ ചോദ്യം വേണോ സപ്തപതി ഉണ്ടായിരുന്നോ എന്ന്? മൈനറും മേജറും ഇല്ല ഇതിന്. വിവാഹം ഇണചേരുന്നതിന് വേണ്ടിയല്ല. അതുകൊണ്ട് വളരെ വ്യക്തമാണ്. പിന്നെ പലരും ധരിച്ചിരിക്കുന്നത് സപ്തപതി എന്ന് പറഞ്ഞാൽ വിളക്കിന് ചുറ്റും നടക്കുന്നതാണെന്നാണ്. മനസ്സിലായില്ല. അത് ആക്ച്വലി യു ആർ ഗോയിങ് റൗണ്ട് ആൻഡ് റൗണ്ട് ദ ഫയർ ആൻഡ് ആഫ്റ്റർവേർഡ്സ് യു ആർ ഇൻ ദ ഫയർ.